ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വ്ളോഗുമായിട്ടാണ്. ഒരു കൊച്ചു വ്ളോഗാണ്, പക്ഷെ അത് അടിപൊളിയാണ്. നമ്മളെ കോഴിക്കോട് കല്ലായി റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മളെ ഓട്ടമൻ ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഇനോഗ്രേഷൻ വരുന്നത് ജൂലൈ ഫസ്റ്റ് വീക്കിലാണ്. അവിടുത്തെ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പേ ഈ ഓട്ടമൻ്റെ ഒരു ഇതിഹാസമുണ്ട്. ആ ഇതിഹാസം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഓട്ടമനും പടയാളികളും കോൺസ്റ്റാന്റിനോപ്പിൾ പട്ടണം പിടിച്ചെടുത്ത് അറബിക്കടലിലൂടെ സഞ്ചരിച്ച് വരുന്ന വഴി ബോംബെ തുറമുഖത്ത് നങ്കുരമിടുന്നു. അവിടെ നിന്ന് വളരെ പ്രശസ്തമായ ബോംബെ കടക്ക് ചായ കുടിക്കാനായി പടയാളികളും ഓട്ടോമനും ബോംബെ തീരത്ത് കണ്ട ചായക്കടയിൽ കയറി ഓരോ ചായ കുടിക്കുന്നു. കുടിച്ച ചായ അതീവമായി ഇഷ്ടപ്പെട്ട ഓട്ടോമൻ അതുണ്ടാക്കിയ ചായക്കടക്കാരനെ തങ്ങളുടെ കൂടെ കൂട്ടി അറബിക്കടലിലൂടെ ബംഗാൾ ഉൾക്കടൽ ലക്ഷ്യമാക്കി സഞ്ചരിച്ചു കൊണ്ടിരിക്കെ അതിശക്തമായ കാറ്റും കോളും കാരണം ലക്ഷ്യസ്ഥാനത്തെത്താനാവാതെ വഴിതെറ്റിയ ഓട്ടമനും സംഘവും തൊട്ടടുത്ത പട്ടണമായ കല്ലായി തീരത്ത് നങ്കൂരമിടുന്നു. അന്നു രാത്രി ഓട്ടമൻ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്ത സന്തോഷത്തിൽ പടയാളികൾക്കും കൂട്ടർക്കും വിരുന്നൊരുക്കുവാൻ തൻ്റെ മന്ത്രിയെക്കൊണ്ട് ആജ്ഞാപിക്കുന്നു. ഇത് കേട്ട മന്ത്രി തൊട്ടടുത്തുള്ള അതിപ്രഗത്ഭരായ പാചക വിദഗ്ധരെ കൊണ്ടുവന്ന് ഭക്ഷണം തയ്യാറാക്കുന്നു. ഓട്ടോമനും സംഘവും രാത്രി ഭക്ഷണ വിഭവങ്ങൾ ആസ്വദിച്ച് കഴിക്കുന്നു. ഭക്ഷണം അതിയായി ഇഷ്ടപ്പെട്ട ചക്രവർത്തി അതുണ്ടാക്കിയ അബുക്കയെയും കുൽസുത്താത്തയെയും മുകുന്ദച്ചേട്ടനെയും വിളിച്ചു വരുത്തി പാരിതോഷകവും സമ്മാനവും നൽകി അഭിനന്ദിക്കുന്നു. അന്ന് രാത്രി ചക്രവർത്തിക്ക് തൻ്റെ മനസ്സിൽ ഒരു ആശയമുദിക്കുന്നു. തൻ്റെ പടയോട്ടം നിർത്തിവെച്ച് ഈ കല്ലായി പട്ടണത്ത് ഒരു വിഭവസമൃദ്ധമായ ഭക്ഷണശാല ഒരുക്കുവാൻ തീരുമാനിക്കുന്നു. ഓട്ടോമൻ ചക്രവർത്തി തൻ്റെ ഭക്ഷണശാലയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇത്രയുമാണ് ഓട്ടോമൻ്റെ ഇതിഹാസം. ഇനി ഓട്ടോമൻ്റെ കലവറ ആരംഭം എന്തൊക്കെ നോക്കാം. രാജവിഭവങ്ങളാണ് അവിടെ ഉള്ളത്. കുൽസുത്താത്തൻ്റെ കോഴിക്കറി, കുമ്പൻകൂട്ടിൽ ഉലർത്തിയത്, മുകുന്ദൻ ബീഫും ചേനയും, അറക്കൽ അബുക്കൻ്റെ ബിരിയാണി, കല്ലായി മീൻ ചാർ, കോഴി ഉർമത്തു, കലക്കാച്ചി മീൻ കുട്ടാൻ, മൂരിൻ്റെ തലയിൽ തേങ്ങ വീണത്, നേരിപത്തിരി തേങ്ങാപ്പാലിൽ കുളിപ്പിച്ചെടുത്തതും കുട്ടനും. വാവ്! മത്തിമുളിയാറും പൂളയും, കുട്ടനും പാൽപ്പൂളയും, കൊത്തു പൊറാട്ടയും കട്ടനും, നെയ്ച്ചോറും പൂവനും, ബായക്കപ്പത്തിരിയും കൂട്ടനും, പൈത്ത മാങ്ങയും പുട്ടും പഴവും കുഴച്ചത്. അടിപൊളി! ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമൻ്റെ കലവറയിലേക്കൊന്ന് വരണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഇവിടുത്തെ ആംബിയൻസ് പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. ഇവിടെ നല്ല സർവീസായിരുന്നു. പിന്നെ ഇവിടെ പാർട്ടിയൊക്കെ കഴിക്കാനുള്ള അടിപൊളി ഹാളുണ്ട്. എല്ലാം സെറ്റിലാണ്. പിന്നെ എന്താ പറയുക, അടിപൊളി ഭക്ഷണമായിരുന്നു. സൂപ്പർ ടേസ്റ്റായിരുന്നു. ഒരു രക്ഷയുമില്ല. ഇനി ഞാൻ നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല. എല്ലാവരും ഓട്ടോമനിലേക്ക് വരിക, എന്നിട്ട് അവിടുത്തെ രുചി ആസ്വദിച്ചറിയുക. അപ്പോൾ മനസ്സും നിറഞ്ഞു പോവുക. അത്രയും ടേസ്റ്റായിരുന്നു കേട്ടോ ഫുഡൊക്കെ. ഫുഡ് മാത്രമല്ല, അവിടുത്തെ ഭംഗിയും പിന്നെയും നമുക്ക് പോരാൻ തോന്നുന്നില്ലായിരുന്നു അവിടുന്ന്. എന്തായാലും ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഇനിയും പോകണം. അപ്പോൾ പിന്നെ അത് മാത്രമല്ല കേട്ടോ അവിടെ വരുന്നത് കുഴിമന്തി ഉണ്ട്, കോഴി കുഴിമന്തി ഉണ്ട്, ഷവായ മന്തി ഉണ്ട്, പെരി പെരി മന്തി ഉണ്ട്, ഹണി ചില്ലി മന്തി ഉണ്ട്, ഗ്രീൻ ചില്ലി മന്തി ഉണ്ട്, അൽഫാം മന്തി ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഐറ്റംസുകളുണ്ട്. അതും ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ഐറ്റംസാണ്. അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. എല്ലാവരും നമ്മുടെ കല്ലായിലോട്ട് വരിക, എന്നിട്ട് നേരിട്ട് ഇതിൻ്റെ സ്വാദും അവിടുത്തെ ആംബിയൻസും എല്ലാം ആസ്വദിച്ചറിയുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.